വലത് ഉയർത്തി സന്തോഷത്തോടുകൂടെ ഹാലേലൂയ, ഹല്ലേലൂയ, സ്വരത്തില് ഹാലേലൂയ, ഹല്ലേലൂയ, ഇരുകരങ്ങൾ ഉയർത്തി ഹാലേലൂയ, ഹല്ലേലൂയ, ഹാലേലൂയ. ഹല്ലേലൂയ. അപ്പുറത്തേപ്പുറം നിൽക്കുന്ന സ്തുതി കൊടുത്തേ. എല്ലാവരും ഒന്ന് എണീറ്റ്, എല്ലാവരും ഒന്ന് എണീക്ക്, കാണട്ടെ. എപ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയാണ്. സന്തോഷം ദൈവത്തിൻ്റെ ദാനമാണ്. അത് ചിരിച്ച് കാണിക്കുന്ന രാഷ്ട്രീയക്കാരുടെ മുഖത്തിൻ്റെ ഭാവത്തിനല്ല സന്തോഷം എന്ന് പറയും. ഉള്ളിൽ നിന്ന് വരണം. ഉള്ളിലുള്ളതിനെയാണ് മറ്റുള്ളവർ മനസ്സിലാക്കിയെടുക്കുക, പുറമേ ഉള്ളതല്ല. പുറമേ ഉള്ളത് അരങ്ങത്തും അണിയറയിലൊക്കെ അഭിനയത്തിൻ്റെ ലോകത്തിലുണ്ടാകും. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരണം. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് സന്തോഷം. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് യഥാർത്ഥത്തിലുള്ള സങ്കടവും. നമുക്ക് ഒന്ന് ആത്മാർത്ഥതയൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ആഴ്ച ഒരു പെങ്കൊച്ച് വന്നിട്ട് പറഞ്ഞു, എൻ്റെ 1.5 പവനോ എന്തോ കളഞ്ഞു പോയി എന്ന്. പൊയ്ക്കോ, നിനക്കത് കിട്ടും എന്ന് പറഞ്ഞു. ആ പെങ്കൊച്ച് ഇവിടെ വല്ലയിടത്തും ഉണ്ടോ? ഒന്ന് കൈപൊക്കിയേ. ഇവിടെ ഉണ്ടോ ആ പെങ്കൊച്ച്? ആ, ഇതവളാണ്, പുറകെ നിൽക്കുന്നവളാണ്. അതായത് അവളിവിടെ വന്ന് പറഞ്ഞു, എൻ്റെ എന്താണ് പോയി, മാലേ വളേ എന്തുകൊണ്ടൊരു സാധനമാണ് പോയി, 1.5 പവനുമായി പോയി. അവൾക്കൊരു കൊച്ചുണ്ട്, മഹാകുസൃതിയാണെന്ന് പറഞ്ഞിട്ടാണ് വന്നത് പോലും. അവളുടെ ആ കൊച്ചിൻ്റെ കുസൃതിയേക്കാൾ ആ കൊച്ചിൻ്റെ പ്രാർത്ഥന ഏറ്റവും വലുതായിരുന്നു. കൊച്ചുങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുമ്പോൾ അവർ നിഷ്കളങ്കതയുണ്ട്, നമുക്കതില്ലതാനും. അപ്പം അത് പലപ്പോഴും ശരിയാവുകയും ചെയ്യും. അന്ന് തന്നെ അവിടെ നിന്ന് അവൾക്ക് കിട്ടുകയുണ്ടായി എന്ന് പറഞ്ഞു. ഇവിടെ കുറേ പേര് വന്നിട്ടുണ്ട്, അവരുടെ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ എല്ലാം എന്നോട് പറയാറുണ്ട്. പക്ഷേ എപ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ കർത്താവിനോട് നന്ദി പറയണമെന്ന്. കർത്താവിനോട് നന്ദി പറയണം എപ്പോഴും. കർത്താവേ നന്ദി. അങ്ങനെയല്ലേ, നിന്നെ സൃഷ്ടിച്ചതിൻ്റെ പേരിൽ ദൈവത്തിന് മഹത്വം കിട്ടുന്നത് എങ്ങനെയാണ്? കൈയടിച്ച് സ്തുതി പറഞ്ഞാൽ, അല്ലെങ്ങനെയല്ല, കൈയടിച്ച് സ്തുതി പറഞ്ഞാൽ മഹത്വം കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. കർത്താവെ ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിന് മഹത്വം കിട്ടാൻ പോവുകയാണ്. ദിർ ഇസ് എ ചലഞ്ച്. ബിരിയാണി ചലഞ്ച് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലയോ? എല്ലായിടത്തും ചലഞ്ചാണ്. ഇപ്പോൾ ബിരിയാണി ചലഞ്ച്, അപ്പം ചലഞ്ച്, എന്ത് ചലഞ്ച്, കുറേ ചലഞ്ചൊക്കെ ഉണ്ട്. ദൈവവും പിശാചുമായിട്ടൊരു ചലഞ്ചുണ്ട്. ദൈവവും പിശാചുമായിട്ടുള്ള ചലഞ്ച് എന്ന് വെച്ചാൽ, ജോബിൻ്റെ ആ കാര്യം നോക്കിയാൽ മതി. പിശാച് ലോകം ചുറ്റി നടന്നിട്ട് അങ്ങോട്ട് കർത്താവിനടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എൻ്റെ മകൻ ജോബ് എങ്ങനെയുണ്ട്? എങ്ങനെ നന്നാവാതിരിക്കും? അവൻ്റെ സമ്പത്തിനും സ്വത്തിനും നീ എല്ലാത്തിനും വേലി കെട്ടിയിരിക്കുകയല്ലേ? അവൻ്റെ സമ്പത്തിനെ ഒന്ന് തൊട്ടു നോക്കൂ, അപ്പോൾ അറിയാം അവൻ നിന്നെ ദുഷിക്കുന്നത്. ഇതാണ് പിശാചിൻ്റെ ചലഞ്ച്. ആ ചലഞ്ചിൽ ജോബ് ജയിച്ചു, നമ്മൾ തോറ്റു. ഇന്നും കൂടി ഒരു ചെറുക്കം വന്നിട്ടുണ്ടായിരുന്നു, പെങ്കൊച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തതിൻ്റെ പേരിൽ ഞാനിപ്പോൾ പ്രാർത്ഥന ചെയ്യുന്നില്ല. ചലഞ്ച് തോറ്റു. പിശാചും ദൈവവുമായിട്ടുള്ള ചലഞ്ച് ഇതാണ്. നീ പോയിട്ട് എൻ്റെ മക്കളുടെ സമ്പത്തിൽ തൊട്ട് നോക്ക്, എന്നാലും അവരെന്നെ സ്നേഹിക്കും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ചലഞ്ച്. ആ ചലഞ്ചിൽ നമ്മൾ പെട്ടുപോകുമ്പോൾ നമ്മൾ ഏത് സൈഡായി മാറുകയാണ്? ഞാൻ പള്ളി വരുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, ദൈവത്തെ ദുഷിക്കുന്നു എങ്കിൽ, ദൈവത്തെ ദുഷിക്കുക എന്ന് വെച്ചാൽ ദൈവമേ നീ മറ്റതാണ് മറിച്ചതാണെന്ന് പറയൽ മാത്രമല്ല, പണ്ടുണ്ടായിരുന്ന ദൈവസ്നേഹത്തിൽ നിന്ന് അകലുന്നത് പോലും ദൈവത്തെ ദുഷിക്കലാണ്. പണ്ടുണ്ടായിരുന്ന ദൈവസ്നേഹത്തിൽ നിന്ന് അകലുമ്പോൾ അത് ദൈവത്തെ ദുഷിക്കലാണ്. പിശാച് ജയിക്കുകയാണ്, നിന്നിലൂടെ പിശാച് വാഴുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭൂമിയിൽ മുഴുവൻ പിശാച് വാഴുന്നത്. നമ്മൾ ഓരോരുത്തരും ദൈവത്തെ ദുഷിക്കുമ്പോൾ പിശാചിന് മഹത്വം കിട്ടുകയാണ്, ദൈവത്തിന് മഹത്വം നഷ്ടപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെയാണ് നമ്മൾ ഈ ചെറിയ കൂട്ടായ്മ വന്നിട്ട്, നമ്മുടെ ഈ കൂട്ടായ്മ വന്നിട്ട് നമ്മൾ കർത്താവിനെ സ്തുതിക്കുകയും, എനിക്കൊന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കർത്താവിൻ്റെ കൂടെയാണെന്ന് ഷദ്രാക്ക്, മെഷാക്ക്, അബേദ്നെഗോ പറഞ്ഞ പോലെ നമുക്ക് പറയാൻ സാധിക്കണം. അപ്പോൾ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്, നമ്മളിലൂടെ ദൈവം മഹത്വപ്പെടുകയാണ്, പിശാച് തോറ്റുപോവാണ്. മറിച്ച് ദൈവവുമായുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിൽക്കുകയാണ്. പ്രാർത്ഥനയും പള്ളി കുർബാനയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴാണ് രോഗം, അപ്പോഴാണ് സാമ്പത്തിക മേൽഗതിയില്ലായ്മ, കടക്കണികൾ, ജോലി പോയി, അപ്പം മുതൽ പള്ളി പോണില്ല, പ്രാർത്ഥിക്കണില്ല, തോറ്റുപോയി. അങ്ങനെ വന്നു കഴിഞ്ഞ് പ്രാർത്ഥിക്കണില്ല, വിസ ശരിയായില്ല, പ്രാർത്ഥിക്കണില്ല. അപ്പോൾ ദൈവം തോറ്റു, പിശാച് ജയിച്ചു. നിന്നിലൂടെ
ദൈവത്തിൻ്റെ മഹത്വം എന്ന് വെച്ചാൽ പിശാചുമായിട്ടൊരു ചലഞ്ചാണ്. ബിരിയാണി ചലഞ്ച് പോലത്തെ ചലഞ്ചല്ലേ. ദൈവവും പിശാചും, നന്മയും തിന്മയും തമ്മിലുള്ള ഒരു ചലഞ്ചാണത്. നിന്നിലൂടെ നന്മയാണ് എങ്കിൽ എന്തെല്ലാം കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും വേദന എന്തായാലും എൻ്റെ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നതിൽ നിന്ന് ഒരിക്കലും ഞാൻ മുടക്കം വരുത്തുകയില്ല എന്ന് പറഞ്ഞ ഒരാളുടെ പേരാണ് ദാനിയേൽ. ആ ദാനിയേലിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ആ ദാനിയേൽ ചെയ്തത് എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് ദാനിയേലിന് സിംഹക്കുഴിയിൽ പോലും അവിടെ സിംഹങ്ങൾ കിടന്നുറങ്ങണോ, ദാനിയേൽ അവിടെ ഇരിക്കുന്നു. അതിനുശേഷം അവിടെ ദാനിയേലിനെ കുറ്റം വിധിച്ച ആൾക്കാരെ അങ്ങോട്ട് ഇടുന്നതിന് മുന്നേ, ആ കുഴിയിലേക്ക് ഇടുന്നതിന് മുന്നേ തന്നെ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ സിംഹങ്ങളെല്ലാം കടിച്ചു തന്നെയാണ്. വാട്ട്സ് ഡിഫറൻസ്? എന്താ സംഭവിക്കണേ? അവിടെയാണ് നമ്മളിന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഒരു ഗാനം ആലപിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുക. കർത്താവ് പിശാചുമായിട്ടുള്ള ഏറ്റവും വലിയ ചലഞ്ച് അതാണ്. നിൻ്റെ കാര്യം നടത്തി തന്നില്ല എങ്കിൽ കൂടെ നീ പള്ളി പോകുമോ? നീ പ്രാർത്ഥിക്കുമോ? നീ ഹൃദയ എളിമയുണ്ടാകുമോ? അത് ഞാൻ ചോദിച്ച കാര്യം ഇതുവരെ തരാത്തതിൻ്റെ പേരിൽ ഞാൻ ഇനി പള്ളിയുമില്ല പട്ടക്കാരനുമില്ല എന്ന് പറയുകയാണെങ്കിൽ നീ പിശാചിന് നിന്നെ തന്നെ വിട്ടുകൊടുത്തു. പിശാച് ദൈവത്തിൻ്റെ മുമ്പിൽ ജയിച്ചു നിന്നിലൂടെ. അങ്ങനെ എത്ര പേരിലൂടെയാണ് ഇന്ന് ലോകത്തിൽ ജയിക്കുന്നത്? അത്രമാത്രം ആളുകൾ പിശാചിനുണ്ടാവുകയാണ്, അത്രമാത്രം സാമ്രാജ്യം വളരുകയാണ്. ശുഷ്കമായി പോകുന്നു നമ്മളെപ്പോലുള്ളവരല്ല, കർത്താവിന് മഹത്വം കൊടുക്കുന്നവർ ശുഷ്കമായി പോകുന്നു. ഈ കൂട്ടായ്മ അങ്ങനെ ആവരുത്. എന്തിനും ഏതിനും കർത്താവിന് മഹത്വപ്പെടുത്താൻ ഞങ്ങൾക്കല്ല കർത്താവെ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിന് സ്തുതിയും മഹത്വം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയാനും ജീവിച്ച് കാണിച്ചു കൊടുക്കാനും സാധിക്കണം. ഏതെങ്കിലും ഒരു കൊട്ട നിറയെ അപ്പം തന്നാലും, ഒരു പാത്രം നിറയെ സ്വർണം തന്നാലും, ഒരു കെട്ടുകണക്കിന് നോട്ട് തന്നാലും എന്നെ വിലക്കെടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ, എൻ്റെ ജീവൻ എടുത്താലും പറയാൻ നമുക്കാവുമോ? ആവുമെങ്കിൽ കർത്താവ് നമ്മളിലൂടെ ജയിച്ചു, കർത്താവ് നമ്മളിലൂടെ മഹത്വപ്പെട്ടു. അല്ലാതെ കൈയടിക്കലും ഡാൻസ് കളിക്കലും മാത്രമല്ല, മറിച്ച് ജീവിതം കൊണ്ട് കർത്താവാണ് വലിയവനെന്ന് നമ്മൾ പഠിപ്പിക്കുമ്പോൾ പിശാച് തോക്കുകയാണ്. അപ്പോൾ ദൈവം നമ്മളെ 1000 വട്ടം ജോബിനെ അനുഗ്രഹിച്ചതുപോലെ അനുഗ്രഹിക്കും. കൈയടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞ് അപ്രതിപ്രതികളെ നോക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അപ്രതിപ്രതികളെ നോക്കി പ്രാർത്ഥിച്ച്, പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, ആത്മാവാൻ ദൈവമേ അഗ്നിയയക്കൂ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, ആത്മാവാൻ ദൈവമേ അഗ്നിയയക്കൂ. ശക്തിയോടെ ആത്മാവേ അഗ്നിയായി നിറയണമേ. പോലെ ചൈതന്യം നിറയട്ടെ. ചൈതന്യം ആരെ നോക്കണ്ട, ഓരോരുത്തരും ഹൃദയശുദ്ധിയോടുകൂടെ കർത്താവിനെ സ്തുതിക്കുക. അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് നോക്കി കരങ്ങളടിച്ച് കാലുകൾ മാറ്റിവെച്ച് എളിമപ്പെട്ട്, എൻ്റെ കർത്താവിൻ്റെ മുമ്പിലാണ് ഞാൻ, എന്നിലൂടെ കർത്താവ് എന്ന് മഹത്വപ്പെടണമേ. എനിക്ക് ലജ്ജ ഉണ്ടാവാതെ, അപമാനം ഉണ്ടാവാതെ, ഒരു താഴ്ന്നപ്പ ചിന്ത ഉണ്ടാവാതെ, കർത്താവെ എൻ്റെ കരയടിക്കലൂടെ, എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടെ കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. മുള്ളുകളും മുൾച്ചെടികളുമെല്ലാം അഗ്നിയിലെരിഞ്ഞിടും, അരുളിയ പോലെ അഗ്നിയിറക്കി വിശുദ്ധി നൽകണമേ. മുള്ളുകളും മുൾച്ചെടികളുമെല്ലാം അഗ്നിയിലെരിഞ്ഞിടും, സ്നേഹത്തോടുകൂടെ അരുളിയ പോലെ അഗ്നിയിറക്കി വിശുദ്ധി നൽകണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ. ചെറുപാടിയേ ആത്മാവേ അഗ്നിയായി നിറയണമേ. പാപങ്ങളാൽ വന്ന ദോഷങ്ങൾ എന്നെ ഭരണം ചെയ്തിടുന്നു, പാപം ചെയ്യാൻ മോഹം നൽകി ശക്തിയായി ഉണർന്നിടുന്നു. പാപങ്ങളാൽ വന്ന
അഗ്നിയായി നിറയണമേ ആത്മാവേ അഗ്നിയായി നിറയണമേ പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കും രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കും ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കും ശക്തിയോടെ ആത്മാവാൻ ദൈവമേ ഹൃദയശുദ്ധിയോടുകൂടെ എളിമയോടുകൂടെ പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കും രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കും ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കും ആത്മാവാൻ ദൈവമേ അഗ്നി അയക്കും ആത്മാവാൻ ദൈവമേ അഗ്നി അയക്കും ഹല്ലേലൂയ 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 ആരാധന 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 ഹല്ലേലൂയ 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 ഈശോയേ ആരാധന ഈശോയേ ശക്തിയോടെ കരങ്ങൾ വീശി ഈശോയേ പരിശുദ്ധാത്മാവിന്റെ നിറവിനായി ഒരുങ്ങുന്ന പെന്തക്കോസ്തായി ഒരുങ്ങുന്ന ഓരോരുത്തരും ആത്മാവിനെ കടന്നു വരാൻ പ്രാർത്ഥിക്കുന്നു. ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ കരങ്ങൾ വീശി ശക്തിയോടെ വീശി ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന ഇരുകരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിച്ച് യേശുവേ സ്തോത്രം യേശുവേ നന്ദി ആരാധന ആരാധന ഉച്ചത്തിൽ സ്തുതിച്ച് ഹല്ലേലൂയ 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 യേശുവേ നന്ദി 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 കർത്താവേ സ്തുതിക്കുന്നു ഈശോയെ ആരാധന 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 കണ്ണുകൾ അടച്ച് ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അളവില്ലാതെന്നിൽ നിറയണമേ അത് മുട്ടോളം പോരായേ അരയോളം പോരായേ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ ആവരുതേ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ ആവരുതേ പരിശുദ്ധാത്മാവേ അങ്ങയുടെ പ്രത്യേകമായ സഹായക ദൗത്യമായി കടന്നു വരുവാൻ ഒരുങ്ങുന്ന ഈ ദിനങ്ങളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ. ആത്മാവേ ആത്മാവേ ഈ നിമിഷം എന്നെ കേൾക്കുന്ന കർത്താവിനെ കാണുന്ന നാനാജാതി മതസ്ഥരായ എല്ലാ രാജ്യങ്ങളിലും ഈ നിമിഷം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നിറയട്ടെ. കർത്താവെ അങ്ങയെ കാണുന്ന എന്നെ കേൾക്കുന്ന എല്ലാവരിലേക്കും ആത്മാവിൻ്റെ ചൈതന്യം നിറയട്ടെ. അവരുടെ ഹൃദയങ്ങൾക്ക് ചൂട് പിടിപ്പിക്കണമേ. ഒരു നെരിപ്പോടായി മാറണമേ. അവരുടെ ഹൃദയത്തിൻ്റെ അടിയിൽ ഒരു നെരിപ്പോടായി മാറി അവരുടെ ഹൃദയത്തെ ചൂട് പിടിപ്പിച്ച് ആ ചോടുകൂടുകൂടികളുടെ ചുടുരക്തം അവരുടെ ശിരസിൽ നിന്നും താഴെ വരെ ഒഴുകി ഇറങ്ങി സൗഖ്യപ്പെടട്ടെ. മനസ്സിൽ സൗഖ്യമുണ്ടാവട്ടെ, ശരീരത്തിൽ സൗഖ്യമുണ്ടാവട്ടെ, ആത്മാവിൽ സൗഖ്യമുണ്ടാവട്ടെ. ആത്മാവേ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അളവില്ലാതെന്നിൽ നിറയണമേ. അത് മുട്ടോളം പോരായേ അരയോളം പോരായേ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ ആവരുതേ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ ആവരുതേ. അവിടുത്തെ സന്നിധിയിൽ നിന്ന് അയക്കപ്പെട്ട ഒരു കരം ഒരു വാചകം എഴുതി. ആ വാചകം എഴുതിയതാണ് മേനെ മേനെ തെകേൽ പർസീൻ. സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട ഒരു കരം ഒരു ലിഖിതം എഴുതി. ആ ലിഖിതം ഇതാണ്: മേനെ
മേനെ തെഖേൽ പാർസീൻ. വലത് ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഏറ്റു പറയുന്നു, മേനെ മേനെ തെഖേൽ പാർസീൻ. ഒന്നുകൂടി, മേനെ മേനെ തെഖേൽ പാർസീൻ. സ്വർഗത്തിൻ്റെ വാചകമാണിത്. നമ്മൾ അതിനെയാണ് ധ്യാനിക്കാൻ പോകുന്നത്. എല്ലാവരും ഇരിക്കുക. മേനെ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 25-ാം വാക്യമാണ്. മേനെ എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്തിൻ്റെ നാളുകൾ എണ്ണുകയും, ദൈവം നിന്റെ രാജ്യത്തിൻ്റെ നാളുകൾ എണ്ണുകയും അതിൻ്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുന്നു. തെഖേൽ, നിന്നെ കടലാസിൽ തൂക്കി, നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പേരസ്, പർസീൻ, നിന്റെ രാജ്യം വിഭജിച്ച് മേദിയക്കാർക്കും പേർഷ്യക്കാർക്കും നൽകിയിരിക്കുന്നു. ഇതാണ് മേനെ മേനെ തെഖേൽ പാർസീൻ. കാരണം എന്താ? കാരണം അതിന് മുമ്പ് പറയുകയാണ്, നിന്റെ ജീവനെയും നിന്റെ മാർഗങ്ങളെയും നിയന്ത്രിക്കുന്ന ദൈവത്തെ നീ ആദരിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ അതുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ അയക്കപ്പെട്ട ഒരു കരം ഇത് എഴുതിയിരിക്കുന്നു. ആ ലിഖിതം ഇതാണ്, മേനെ മേനെ തെഖേൽ പാർസീൻ. നീ കർത്താവിനെ അറിയാനോ സ്തുതിക്കാനോ ശ്രമിച്ചില്ല. വെള്ളിയും സ്വർണവും കൊണ്ടുള്ള വിഗ്രഹങ്ങളുടെ പിറകെ നീ പാഞ്ഞു. നിന്റെ ജീവനെയും നിന്റെ മാർഗങ്ങളെയും നിയന്ത്രിക്കുന്ന ദൈവത്തെ നീ ആദരിച്ചില്ല. അതുകൊണ്ട് നിന്നെ ഞാൻ നിന്റെ നാളുകൾ എണ്ണുന്നു, നിന്റെ രാജ്യത്തിൻ്റെ നാളുകൾ എണ്ണുന്നു, അതിൻ്റെ അവസാനം കുറിക്കുന്നു. നിന്നെ ഞാൻ തുലാസ് തൂക്കി നോക്കി നിന്നെ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. നിന്റെ രാജ്യം, നിന്റെ കുടുംബം വിഭജിച്ച്, നിന്റെ നാട് വിഭജിച്ച്, നിന്റെ സ്ഥലം വിഭജിച്ച് നീ വിറ്റുവിടന്ന് പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ചില ആളുകൾ ചില കാര്യം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും. എനിക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് കള്ളുകൂടി നിർത്തി ഞാൻ പ്രാർത്ഥിക്കാം. കള്ളുകൂടി നിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ നോമ്പ് കാലത്ത് ഞാൻ കള്ളു കുടിക്കാതെ ഇതൊക്കെ ചെയ്യാതെ പ്രാർത്ഥിക്കുന്നു. അത് ഭയങ്കര പ്രാർത്ഥനയാണ്. പരീക്ഷയുടെ കാലഘട്ടത്തിൽ പരീക്ഷ പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊന്ത, കുരിശിൻ്റെ വഴി, കരുണക്കൊന്ത, കുർബാന എല്ലായിടത്തും പോവുകയും പിടിക്കുകയും ചെയ്യുകയാണ്. തോറ്റുപോയി, പരീക്ഷയ്ക്ക് തോറ്റുപോയി. എന്തായിരിക്കും വർത്തമാനം? ഞാൻ ഇനി പള്ളി പോണില്ല. ഞാൻ ഇത്രയും കാലം കൊന്തയും കുരിശിൻ്റെ വഴിയും കരുണക്കൊന്തയും കുർബാനയും എല്ലാം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് എൻ്റെ പ്രാർത്ഥന ഇതുവരെ കർത്താവ് കേട്ടിട്ടില്ല, എന്നെ തോപ്പിച്ചു കളഞ്ഞു. ഇത് വന്നാൽ ആരാണ് ജയിച്ചത്? സ്വരത്തിപ്പറ, പിശാച്. നമ്മുടെ ജീവിതം നമ്മളെ സൃഷ്ടിച്ചുകൊണ്ട് ദൈവം പിശാചുമായിട്ടുള്ള ചലഞ്ച് നടത്തുകയാണ്. ദൈവത്തിന് സ്തുതി കൊടുക്കുന്നത് എപ്പോഴാണ്? ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് എപ്പോഴാണ്? ദൈവത്തിന് എല്ലാത്തിലും നിയന്ത്രിക്കുന്നവനായി ദൈവത്തെ നീ ആദരിക്കുമ്പോഴാണ്. നീ നിൻ്റെ ഹിതം എടുത്തുകൊണ്ട് വെച്ചിട്ട് കർത്താവിൻ്റെ വായി തള്ളിക്കൊണ്ട് കൊടുത്തിട്ട് പറയാണ് പറ 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 എന്ന് പറഞ്ഞാൽ കർത്താവ് പറയുന്നില്ല എങ്കിൽ എനിക്ക് കർത്താവിന് വേണ്ട. എൻ്റെ കാര്യം ശരിയാക്കി തന്നില്ല എങ്കിൽ എനിക്ക് കർത്താവിന് വേണ്ട. അതുവഴി നിൻ്റെ ജീവിതം വഴി ആരാണ് മഹത്വം കൊടുക്കുക? പിശാച്. എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പരീക്ഷ പാസ്സായില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ കടക്കണി മാറിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ കർത്താവിനോടുള്ള ആദരവിന് കുറവുണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ ദൈവത്തിന് പിശാചിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റും. നോക്കടാ, ആ ദേവസ്യെ നോക്ക്, ആ എലിസബത്തിനെ നോക്ക്, അന്തപ്പനെ നോക്ക്, ആ വറുതിനെ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ 1000 മടങ്ങ് കൊടുക്കും. പക്ഷെ പലപ്പോഴും നമ്മൾ നമ്മുടെ കാര്യം നടന്നു കിട്ടിയില്ല എങ്കിൽ അവിടെ നമ്മൾ പിശാച് നമ്മളിലൂടെ ജീവിക്കാൻ തുടങ്ങുക. ദൈവത്തിൽ നിന്ന് അകലുക, പ്രാർത്ഥനയിൽ നിന്ന് അകലുക. ഞാൻ ഇനി പള്ളി പോണില്ല. എത്രമാത്രം കാലം ഞാൻ പള്ളി പോയതാ,
ഇവിടെയാണ് സിംഹക്കുഴിയിൽ കൊണ്ടുപോയി കിടന്ന ദാനിയേലിൻ്റെ 5 കാര്യം എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. വലതുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാനിയേലിനെ ദാരിയൂസ് രാജാവിന് ഇഷ്ടമായിരുന്നു. അവരിൽ 3 പേരെ വലിയ ആളുകളാക്കിയതിലൊന്ന് ദാനിയേലായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ എല്ലാവരും ദാനിയേലിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്നു. അടുത്തതായിട്ട് രാജാവിനെ കഴിഞ്ഞാൽ ദാനിയേൽ 3 പേരുടെയും വലിയ ആളാകും എന്നുള്ള ബോധം ഉണ്ടായിരുന്നു. തൻ്റെ മുഴുവൻ രാജ്യത്തിൻ്റെയും അധികാരിയായി ദാനിയേലിനെ നിയമിക്കാൻ രാജാവ് ആലോചിച്ചു. നോക്കണേ, പലപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംഗതി തരണമെന്ന് ആരെങ്കിലും വിചാരിക്കുമ്പോൾ, നിങ്ങളെ ഉയർത്തണമെന്ന് ആരെങ്കിലും മനുഷ്യന്മാർ വിചാരിക്കുമ്പോൾ, അവരുടെ തന്നെ ആൾക്കാർ വന്ന് നിങ്ങളെ അതില്ലാതാക്കാൻ അസൂയക്കാർ വന്ന് അതിനെ തകർത്ത് കളയാൻ നോക്കും. പ്രൈസ് ദി ലോർഡ്. വലതുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉദാഹരണം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഒരാങ്ങളെയും പെങ്ങള് കെട്ടിച്ചു വിട്ട വീട് അത്രമാത്രം സാമ്പത്തികമായ സുസ്ഥിതി ഉണ്ടായിരുന്നില്ല. ആങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു. ആങ്ങളൊക്കെ കുറേ സ്ഥലം ജോലിയെടുത്തുണ്ടായി. പെങ്ങളുടെ ഭർത്താവ് അധികം ജോലിയെടുക്കാൻ കഴിവില്ലാത്തവനായിരുന്നതിൻ്റെ പേരിൽ അവൻ അധികം ഉണ്ടാക്കിയില്ല. എപ്പോഴും ഇവൾ കൊണ്ടുപോയി കൊടുത്തിട്ട് കഴിയുന്ന അവസ്ഥയായി. അങ്ങനെ വന്നപ്പോൾ ഇവരുടെ വീടും കുടിയൊക്കെ എല്ലാം നഷ്ടപ്പെടുമ്പോൾ പെങ്ങൾ വന്നിട്ട് ആങ്ങളയോട് വീട്ടിൽ വന്ന് ചോദിക്കും, എൻ്റെ പൊന്നാങ്ങളെ, ആങ്ങളൊക്കെ കുറേ ഏക്കർ കണക്കിന് സ്വത്തുണ്ടല്ലോ, എൻ്റെ വീടും പറമ്പും വിൽക്കാൻ പോവാണ്. ആങ്ങളുടെ ഒരു 10 സെൻറ്റ് സ്ഥലം അവിടെ ഉണ്ടല്ലോ വെറുതെ മാറിക്കിടക്കണത്, അതെനിക്ക് എഴുതി തരുമോ? എനിക്കവിടെ ചെറിയ വീട് വെച്ച് കിട്ടുമോ? ആങ്ങളെ പറയും, അതിനെന്താടി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അത് നീ 10 അവിടെ കുറേ കിടക്കണമല്ലോ, മാറി കിടക്കണമല്ലോ, നീ എടുത്തോ. അപ്പോൾ പുറയുന്നൊരു വിളി, ആരായിരിക്കും അത്? ആരായിരിക്കും? പിശാച. ഒരു തരത്തിൽ പിശാചാണ്. ആരായിരിക്കും അത്? പൊന്നാങ്ങളയുടെ ഭാര്യ. മറവിയെന്ന് വിളിക്കും. പാമ്പ് ചീറ്റുന്ന പോലെ ആയിരിക്കും ഒളി ചീറ്റണത്. നിങ്ങളൊന്നേ അവിടെ ഒരു വളിച്ച ചിരിയും ചിരിക്കും പെങ്ങളോട്, നാത്തുവിനോട്. അകത്തോട്ട് പോയിട്ട് പറയും, എന്തിനാണ് 10 സെൻറ്റ് ഇപ്പം കൊടുക്കണം? എന്തിനാണ്? വീട് വെക്കാനാവട്ടെ, നമുക്ക് പിന്നെ കൊടുക്കാം, നമുക്ക് വേണേൽ വീടും വെച്ച് കൊടുക്കാം. ഇപ്പം കൊടുക്കണം എന്തിനാണ്? പിന്നെ കൊടുത്താൽ പോരെ? ആദ്യം അങ്ങനെ ചൂണ്ടയിടുള്ളൂ. ഇപ്പം കൊടുത്താൽ നമുക്ക് കൊടുക്കാന്നേ, പിന്നെ കൊടുക്കാന്നേ. അത് കഴിയുമ്പോൾ അങ്ങോട്ട് വന്ന് അവൻ പറയും, ആങ്ങളെ പറയും, എടി നീയൊക്കെ ശരിയാവട്ടെ, നിനക്ക് വീട് വെക്കണ്ടേ, അത് നോക്കട്ടെ, കുഴപ്പമൊന്നുമില്ല, ഞാൻ നിനക്ക് തരാം. തീർന്ന് അവിടെ കയറി ആ പൊന്നു പെങ്ങളിലൂടെ, ആ നാത്തൂനിലൂടെ കയറി പിടിച്ച് ആ സ്ഥലവും കൊടുക്കൂല, ഒരു സാധനവും കൊടുക്കൂല. കുറച്ച് മാസം ഗ്യാപ്പ് കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ചൂടൊക്കെ പോകും. അതിനിടയിൽ ഈ പൊന്നു പെങ്ങൾ ബ്രഹ്മി വെക്കും. ബ്രഹ്മി എന്തെങ്കിലും തരത്തിൽ ആങ്ങളുടെ ഉള്ളിലേക്ക് ഒരു പിശാചിനെ അങ്ങോട്ട് കയറ്റി കൊടുക്കും, ബ്രഹ്മി വെച്ചിട്ട്. അതോടുകൂടി പിന്നെ ആ താല്പര്യം തന്നെ ആങ്ങളൊക്കെ നഷ്ടപ്പെടും. പലപ്പോഴും ഉണ്ടാവാറുള്ളത് ഇങ്ങനെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്, നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് തന്നെയാണ് പലപ്പോഴും ഇങ്ങനത്തെ ബ്രഹ്മി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ നിയമിക്കാൻ രാജാവ് ആലോചിച്ചപ്പോൾ തലവന്മാരും പ്രധാന ദേശാധിപന്മാരും ദാനിയേലിൻ്റെ മേൽ രാജദ്രോഹ കുറ്റം ആരോപിക്കാൻ പഴുതു നോക്കി. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ആരെല്ലാം പഴുതു നോക്കിയാലും ഒരാളെ നശിപ്പിക്കാൻ പറ്റില്ല. എപ്പോഴാണ് അയാളെ നശിപ്പിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം? ഇവിടെ എഴുതി വെക്കുകയാണ്, പരാതിക്ക് മതിയായ കാരണമോ കുറ്റമോ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല, എന്തെന്നാൽ അവൻ വിശ്വസ്തനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഏറ്റുപറയുക, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോടും മനുഷ്യരോടും, അവിടെ രാജാവിനോടും ദൈവത്തോടും കൂറുള്ളവനായി വിശ്വസ്തനായിരിക്കുമ്പോൾ നമുക്ക് ഒരു പഴുതും നമുക്കെതിരെ വരികയില്ല. നമ്മുടെ വിശ്വസ്തതയ്ക്ക് കുറവുണ്ടാകുമ്പോഴാണ് നമ്മുടെ ഉള്ളിലൂടെ ചെറിയ പാമ്പ് കയറണത്. വിശ്വസ്തതയ്ക്ക് കുറവുണ്ടാകുമ്പോഴാണ്. ഭർത്താവിന് ഭാര്യയോട് വിശ്വസ്തതയ്ക്ക് കുറവുണ്ടാകുന്നു.
ഇവളേക്കാൾ സുന്ദരി വേറെ കുറേ പെണ്ണുങ്ങളെ കണ്ടു കഴിയുമ്പോൾ അവൻ്റെ ആ സൗന്ദര്യ ദർശനം കണ്ട് പലപ്പോഴും ആദ്യം ഭാര്യയുടെ കൂടെ പോകുമ്പോൾ ആ പെങ്കുച്ചിനെ കൊള്ളാമല്ലേ. ഏത് പെങ്കുച്ചിന്? ഇതാ പെങ്കുച്ചിന്. അവിടെ കണ്ണ് കണ്ടില്ലേ? കണ്ണ് എന്ത് കണ്ണ? മത്തങ്ങ കണ്ണല്ലേ. പിന്നെ കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും സൗന്ദര്യമുള്ള ആ ഹോർഡിങ് കൊള്ളാം അല്ലേ. എന്ത് ഹോർഡിങ്? ആ ഹോർഡിങ് അതിൻ്റെ അകത്ത് നല്ല ഒരു ബ്യൂട്ടിഫുൾ, എന്ത് ബ്യൂട്ടിഫുൾ, എനിക്കതിനകത്ത് ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നണില്ല. എന്ത് സാധനം പറയുമ്പോൾ ഘടകവിരുദ്ധമായിട്ട് പറയാൻ തോന്നും. ഘടകവിരുദ്ധമായിട്ടേ പറയുള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ ഭംഗിയൊക്കെ കാണും, എന്നാലും കെട്ടിയാൻ പറയുന്നതിൻ്റെ പേരിൽ സമ്മതിച്ചു കൊടുക്കൂല. കൊടുക്കുമോ? നിങ്ങൾ കൊടുക്കുമോ? സമ്മതിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പലതും സമ്മതിച്ച് കൊടുക്കേണ്ടി വരുവേ. അതുകൊണ്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ മുളയിൽ നുള്ളണം. വിശ്വസ്തതയ്ക്ക് കുറവുണ്ടാകുമ്പോൾ പിശാച് അങ്ങോട്ട് കയറി പിടിക്കും. വെറുതെ ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞ കാര്യമാണെങ്കിലും ആ പിശാച് ഈ ഭാര്യയുടെ ഉള്ളിലേക്ക് പാമ്പ് പോലെ കയറും. പാമ്പ് പോലെ കയറിയിട്ട് പിന്നെ ആ മഞ്ഞക്കണ്ണട വെച്ച് എല്ലാ കാര്യങ്ങളും കാണും. എപ്പോഴെങ്കിലും ഫോൺ ചെയ്ത് കഴിയുമ്പോൾ ആരെ വിളിച്ച് അതിൻ്റെ അവിടുത്തെ ഒരു ജോലിക്കാരത്തിനെ താൻ തന്നെ വിളിച്ച. ഇടി ജോലിക്കാരത്തിക്ക് അവിടെ എന്തോ പ്രശ്നം ഉണ്ടായി, അവൾ വിളിച്ചതിൻ്റെ പേര് വന്നതാണ്. അവിടെ തന്നെ വിളിക്കണതിന് തുടങ്ങി. ആ ഒരു വിഷം അങ്ങോട്ടേക്ക് കയറി ചില മരങ്ങളുടെ പൊത്ത് കാണുമ്പോൾ നല്ലതാണെന്ന് തോന്നും, പക്ഷെ ഉള്ളു മുഴുവൻ പൊള്ളയായിരിക്കും. കാര്യം ഈ വിഷം അങ്ങോട്ട് കയറി അതിനകത്തുള്ള ഉള്ളു മുഴുവൻ പൊള്ളാക്കിയിരുന്നു. ഒരു ചെറിയ കാറ്റുമതി താഴെ വീഴും. ചെറിയ കാറ്റുമതി അപ്പം തന്നെ താഴെ വീഴും. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെയാണ്. പിശാചിന് ഇട കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങോട്ടേക്ക് ആരും അറിയാതെ അങ്ങോട്ട് കയറിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളു മുഴുവൻ പൊള്ളയാക്കും. കരണ്ടി പിന്നെ ഒരു ചെറിയ കാറ്റ് വന്നാൽ മതി, അവൻ നിലംപതിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസ്തത കുറവ്, എപ്പോഴെങ്കിലും വിശ്വസ്തതക്കുറവ് ഭാര്യ ഭർത്താക്കന്മാർക്ക് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ കുറ്റം കണ്ടുപിടിക്കാനും മതിയായ കാരണം ഉണ്ടാക്കാൻ നോക്കും. വിശ്വസ്തതയാണ് ദാനിയേലിൻ്റെ മുഖമുദ്ര. പലപ്പോഴും നമുക്ക് വിശ്വസ്തത ഉണ്ടാവാത്തതിൻ്റെ കാരണം എന്താ? കാര്യം കാണാൻ വേണ്ടി മാത്രം അടുക്കളയിൽ പണി ചെയ്യുന്ന ഒരു മെഷീനായിട്ട് മാത്രം ഭാര്യയെ കാണുന്നു. അതുമല്ലെങ്കിൽ പുറത്തുപോയി ATM പോലെ കാശ് കിട്ടുന്ന ഒരു മെഷീനായിട്ട് മാത്രം ഭർത്താവിനെ കാണുന്നു. അപ്പോഴാണ് വിശ്വസ്തതയ്ക്ക് കുറവുണ്ടാവുന്നത്. നമുക്ക് വിശ്വസ്തതയ്ക്ക് കുറവുണ്ടാകുമ്പോൾ നമ്മളിൽ കുറ്റം കണ്ടെത്താൻ പിശാച് വരികയും, ആ വിശ്വസ്തതയ്ക്ക് കുറവുണ്ടാകുമ്പോൾ വിചാരിക്കേണ്ട, ഭർത്താക്കന്മാർ വിശ്വസ്തരാകാതിരിക്കാനുള്ള ചെറിയൊരു കാരണം ഉണ്ടായാൽ മതി, അത് ഭാര്യയ്ക്ക് കിട്ടും. പൊട്ടിമാണിയൊന്നും അല്ല പെണ്ണുങ്ങൾ, ആണോ? ബോധമില്ലാത്തവരൊന്നും അല്ല. ചില പൊട്ടന്മാരായ ഭർത്താക്കന്മാർ വിചാരിക്കും ഭാര്യമാർക്ക് വിലയെന്ന്. അതിന് ബോധമില്ല ചാന്ന് പറയും. ബോധമില്ല. നിങ്ങളുടെ കൂട്ടുകാരനൊരു വീട്ടിലോട്ടൊന്ന് കയറ്റ്. നിങ്ങളുടെ കൂട്ടുകാരനൊന്ന് വീട്ടിലോട്ടൊന്ന് കയറ്റ്. ചായ കൊടുക്കും. ചായ കൊടുത്തു കഴിഞ്ഞാൽ ആ ചേട്ടൻ പോയി കഴിയുമ്പോൾ തന്നെ ഇവള് പറയും അയാൾ ആൾ ശരിയല്ല കേട്ടാന്ന് പറയും. അയാൾ ആൾ ശരിയല്ലെന്ന് പറയും. ഒന്ന് പോടി, അത് കുഴപ്പമൊന്നുമില്ലെന്ന് പറയും. ആ പെണ്ണുങ്ങൾക്ക് അത് കണ്ടെത്താനുള്ള അയാളുടെ നോട്ടവും ഭാവവും കാണുമ്പോൾ തന്നെ ഒരു പെണ്ണിനറിയാം അയാൾ കള്ളനാണോ ബഗടനാണോ ഇതെന്ന് പറയാനുള്ള ബോധം ഈ സ്ത്രീകൾക്കുണ്ടാകും. അത് ഈ പൊട്ടൻ ഭർത്താവിനുണ്ടാവുകയല്ല, അത് ഈ സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ. കാര്യം എന്താ? ഭർത്താക്കന്മാർക്കില്ലാത്തൊരു സാധനം ഭാര്യമാർക്കുണ്ട്, പുരുഷന്മാർക്കില്ലാത്തൊരു സാധനം പെണ്ണുങ്ങൾക്കുണ്ട്. എന്താ അത്? നമ്മുടെ ഒരു പത്തവാരിയിൽ നമുക്കില്ല, അത് അങ്ങോട്ട് കൊടുത്തേക്കാണ്. അതെന്താണ് ഈ പത്തവാരിയിൽ എന്നറിയാൻ പാടില്ല. അത് വെച്ചിട്ടാണ് അവരുണ്ടാക്കിയത്. ബാക്കിയുള്ള എല്ലാം ഉണ്ട്, ഒരു പത്തവാരിയിൽ കൂടുതലുമാണ്. ആ ഒരു പത്തവാരിയിൽ കൂടുതലായതിൻ്റെ പേരിലാണോ മറ്റോ അവർക്ക് പ്രസവിക്കാനായിട്ടുള്ള വേദന വരെ, അത്രയും വേദന സഹിക്കാനൊന്നും നമ്മുടെ ഭർത്താക്കന്മാർക്ക് സാധിക്കില്ല. എല്ല് പൊടിയുന്ന വേദന സഹിക്കാൻ ഭർത്താക്കന്മാർക്ക് സാധിക്കില്ല. അത് ഭാര്യമാരും പെണ്ണുങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതാണ് നമുക്കറിയാൻ പാടില്ലാത്തൊരു കാര്യം. വേദന, സഹനത്തിൻ്റെ തീച്ചൂളയിൽ എന്തെല്ലാം എന്തിരിയുമ്പോഴും മക്കൾക്ക് വേണ്ടി, തൻ്റെ മകനും മകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാൻ തയ്യാറാകുന്നവനാണ് ഒരു അപ്പനേക്കാൾ അമ്മ. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദാനിയേല് അത്ഭുതകരമായി ദൈവിക ചൈതന്യം ഉണ്ടായിരുന്നതുകൊണ്ട് മറ്റെല്ലാ തലവന്മാരെയും പ്രധാന ദേശാധിപന്മാരെയും ശ്രേഷ്ഠനായിത്തീർന്നു.
നമുക്ക് മിടുക്കന്മാരായും ആവണമെങ്കിൽ ദൈവിക ചൈതന്യം ഉണ്ടാവണം, മാനുഷികമായ ചൈതന്യമല്ല. ദൈവികമായ ചൈതന്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് മേൽഗതി ഉണ്ടാവും, അടിക്കടി അഭിവൃദ്ധി ഉണ്ടാവും, സമൃദ്ധി ഉണ്ടാവും. അല്ലാതെ ബോസിനെ സോപ്പിട്ടത് കൊണ്ടോ മുതലാളിയെ സോപ്പിട്ടത് കൊണ്ടോ ആയില്ല. ദൈവികമായ ചൈതന്യം ഉണ്ടാവണം. മൂന്നാമതായി അവർ എല്ലാവരും കൂടി രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, രാജാവേ, എന്ത് കാര്യം പറയുമ്പോഴും നമ്മൾ പറയാറുണ്ട്, രാജാവ് നീണാൽ വാഴട്ടെ, രാജാവ് നീണാൽ വാഴട്ടെ. എന്ത് കാര്യം പറയുമ്പോഴും പറയണതാണ് രാജാവ് നീണാൽ വാഴട്ടെ, രാജാവ് നീണാൽ വാഴട്ടെ. അതൊരു കൾച്ചറാണ്. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ ചേട്ടന് സുഖമാണോ? സുഖമാണ്. ചേട്ടൻ്റെ മുഖം വല്ലാതെ നല്ലതായിട്ടിരിക്കണം, ഇന്നെന്താ ഇത്തിരി ഭയങ്കര സുസ്മേരവതനായിട്ടിരിക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിനോട് എന്താണ് നിൻ്റെ സാരി അങ്ങോട്ട് കൊള്ളാലോ. ജോസഫ് കുരിത്തറ പിതാവ് എന്നോട് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. എൻ്റെ മകനെ, ആളുകൾ പലതും പറയും, 5-6 കാര്യം പറയുവാണെങ്കിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാര്യം നീ ഗൗനിക്കണ്ട, മൂന്നാമത്തെ കാര്യമായിരിക്കും ഒരു കൊളുത്ത്. അതുകൊണ്ട് ആ കൊളുത്തിനെയാണ് നീ സൂക്ഷിക്കേണ്ടത്. എപ്പോഴും ഞാൻ ആദ്യത്തെ രണ്ടാമത്തെ കാര്യം ഞാനത് ഗൗനിക്കില്ല. കാര്യം എന്താണ്? ആദ്യം പറയാൻ പോണ, തമ്പിയച്ചാ, അച്ഛൻ ഇവിടെ വന്നിട്ടും മറ്റതാണല്ലോ മറിച്ചതാണല്ലോ, അച്ഛൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ല ചക 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 എന്ന് പറയിക്കും. രണ്ടാമത്തെ എന്തായിരിക്കും? അച്ഛൻ അന്ന് അവിടെ പ്രസംഗം പറഞ്ഞില്ലേ, അന്ന് അവിടെ പോയിരുന്നില്ലേ, അവിടെ, അത് ഇങ്ങനെ ഒരു സുഖിപ്പിക്കലായിരിക്കുള്ളൂ. മൂന്നാമത്തെ വരാൻ പോകുന്ന, അച്ഛൻ നമ്മുടെ മകൻ പാസ്സായി, നമ്മുടെ മകനായി, നമ്മുടെ മകൻ പാസ്സായി, അവന് 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു അഡ്മിഷൻ നമുക്ക് എവിടെയെങ്കിലും തരപ്പെടുത്തി തരാൻ അവിടെ മതി, അവിടെ സെയിൻറ്റ് ജോസഫ്സ് മതി, അല്ലെങ്കിൽ അവിടെ മതി. മൂന്നാമത്തതാണ് കൊളുത്ത്. ഇത് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ ആദ്യമേ തന്നെ ഇത് പറഞ്ഞു വരുമ്പോൾ ഞാൻ ആദ്യമേ തന്നെ കണക്കാക്കുമെന്ന് വിചാരിച്ചാൽ മതി. പലപ്പോഴും നമ്മുടെ കർത്താവിൻ്റെ രാജാവ് നീണാൾ വാഴട്ടെ, രാജാവ് നീണാൾ വാഴട്ടെ എന്നൊക്കെ പറഞ്ഞ് നടക്കും. വന്നിട്ട് പറയണത് എന്താണ്? എല്ലാ തലവന്മാരും സ്ഥാനപതികളും പ്രധാന ദേശാധിപന്മാരും ഉപദേശകരും താടുവാഴികളും ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു. രാജാവെ, അടുത്ത 30 ദിവസത്തേക്ക് നിന്നോടല്ലാതെ മറ്റേതെങ്കിലും ദേവന്മാരോടോ മനുഷ്യരോടോ പ്രാർത്ഥിക്കുന്നവനെ സിംഹങ്ങളുടെ കുഴിയിൽ എറിഞ്ഞു കളയുമെന്ന ഒരു കൽപ്പന പുറപ്പെടുവിക്കണം. നോക്ക്, ഉണ്ടാക്കി കൊടുക്കുന്ന കുരുത്തക്കേടാണ്. അങ്ങനെ വന്ന് പറയുമ്പോഴോ, ഓ നീയാണ് വലുത്, സുഖിച്ചു. ദാരിയസ് രാജാവ് സുഖിച്ചു. സുഖിപ്പിക്കാൻ കുറേ പേര് നടക്കും. രാജാവ് നീണാൾ വാഴട്ടെ, ഇനി 30 ദിവസം നമ്മൾ രാജാവിനെ മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയണം. കാര്യം എന്താ? ഒരു കാര്യം മാത്രം ഈ അസൂയക്കാർ മനസ്സിലാക്കി, അവൻ്റെ ദൈവത്തിൻ്റെ നിയമത്തെ സംബന്ധിച്ചല്ലാതെ മറ്റു പരാതിക്ക് കാരണം കണ്ടെത്തുവാൻ നമുക്ക് കഴിയുകയില്ല. അവൻ വിശ്വസ്തനാണ്, അവൻ ദൈവിക ചൈതന്യമുള്ളവനാണ്. അപ്പോൾ അവൻ്റെ ദൈവത്തെ കയറി പിടിക്കണം, അവൻ്റെ പ്രാർത്ഥനയെ കയറി പിടിക്കണം. അങ്ങനെ ദാനിയേലിൻ്റെ പ്രാർത്ഥനയെ കയറി പിടിച്ചു. ദാരിയസ് മുദ്ര വെച്ചു, ഇങ്ങനെയെല്ലാം ചെയ്തു. ഇനിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നൊരു കാര്യം. ദാനിയേൽ എന്താണ് ചെയ്തത്? ദാനിയേൽ സ്വന്തം വീട്ടിലേക്ക് പോയി, വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ജെറൂസലേമിന് നേരെ തുറന്നു കിടക്കുന്ന ജാലകങ്ങളുണ്ടായിരുന്നു. താൻ മുൻപ് ചെയ്തിരുന്നത് പോലെ അവൻ അവിടെ നിന്ന് ദിവസേന 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇരുകരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നന്ദി പറയണം. എന്ത് ലഭിച്ചാലും കർത്താവിന് നന്ദി എന്നല്ല, നന്ദി പറഞ്ഞുകൊണ്ട് മഹത്വപ്പെടുത്തണം. ഏത് സ്ഥലത്ത് പോയിട്ടും നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തണം. ഇന്നലെ ആരും വന്നിട്ടുണ്ടായിരുന്നു. ഞാനിതൊന്നും പറയാഞ്ഞതാണച്ചാ, ഞാൻ പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഒരു ചെടുത്തി ഇവിടെയുണ്ട്. ആ ചെടുത്തിയുടെ മകന് കള്ളുകൂടിയല്ല, ആ ചെടുത്തിയുടെ മകനുമായ വേറൊരു അക്രൈസ്തവ സ്ത്രീയുമായി ഭയങ്കര പ്രണയം. ആ ചെടുത്തി വന്നിട്ട് പറഞ്ഞ ഇത്രേ ഉള്ളൂ, അവളെ വിട്ടു പോണില്ല. അച്ഛൻ എന്തെങ്കിലും പ്രാർത്ഥിക്കണം. ആ ചെടുത്തി ഇവിടെ ഉണ്ടോ? ഒന്ന് കൈപൊക്കിയേ. സ്വന്തം മകൻ വേറൊരാളെ പ്രണയിക്കുകയായിരുന്നു, ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ നിന്നുള്ള മഞ്ഞൾ കൊണ്ടുപോയി അവന് കൊടുത്തു. മഞ്ഞൾ വെള്ളം കൊണ്ടുപോയി കൊടുത്തു. അവരിന്ന് വന്നിട്ട് പറയുകയാണ്, ആ പെണ്ണങ്ങോട്ട് ഒഴിഞ്ഞു പോയി. ഇപ്പം എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
ഇപ്പം വേറൊരു പ്രശ്നമുണ്ട്. എന്താണ്? അവൻ കള്ളുകൂടി തുടങ്ങിയെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ്റെ പെണ്ണുങ്ങൾ ഒഴിഞ്ഞു പോയി, ഇപ്പം കള്ളുകൂടി തുടങ്ങി. പിശാചിന് വേറെ രൂപങ്ങളും ഭാവങ്ങളും എടുക്കും. അവന് യോഗ്യതയുണ്ടാവണം. ഒരു തട്ട് മാറി വേറെ തട്ടിലേക്ക് മാറി എന്ന് മാത്രമേ ഉള്ളൂ. അവൻ ഒരുക്കത്തോടെ പ്രാർത്ഥിച്ചിട്ടില്ല. അവൻ ഒറ്റയ്ക്കാണ് ശ്രദ്ധിച്ചത്. അവൻ ഒറ്റയ്ക്ക് ആവശ്യത്തോടുകൂടെ എൻ്റെ ജീവിതത്തിന് ദൈവികമായ ചൈതന്യം വേണമെന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. അമ്മയുടെ പ്രാർത്ഥന പോയത് എന്താണ്? ഈ സാധനം മാത്രം. ആ സാധനം പോയി. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരണമെന്ന് പ്രാർത്ഥിച്ച എല്ലാ പിശാചുക്കളും പോവും. ഇതങ്ങനെയല്ല. എനിക്ക് 500 രൂപ വേണം, 50 ലക്ഷം തരാൻ വേണ്ടി കാത്തിരിക്കുക കർത്താവ്. അപ്പോഴാണ് പറയുന്നത് എനിക്ക് 500 രൂപ വേണം, 500 രൂപ വേണം. 500 രൂപ മാത്രം തരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ അങ്ങനെ നന്ദി പറയണം. ദിവസത്തിൽ 3 പ്രാവശ്യം മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കണം. തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ പള്ളിയിൽ നിന്ന് വീട്ടിൽ നിന്ന് പള്ളിയിലോട്ട് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ചില കെട്ടിയാന്മാർക്ക് പിടിക്കൂല, മക്കൾക്ക് പിടിക്കൂല. അവൾ ഏത് നേരം പ്രാർത്ഥിക്കാൻ പോവല്ലേ, അയാൾ ഏത് നേരം പ്രാർത്ഥിക്കാൻ പോവല്ലേ, താൻ പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യമാണോ, തൻ്റെ വീട്ടിൽ മേൽഗതിയുണ്ടോ, ഇങ്ങനെ കുറേയാണ് ഇങ്ങനെ ഇരുന്ന് ചോദിക്കും. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇയാളെയും സിംഹങ്ങൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. 3 പ്രാവശ്യം തന്നെ പ്രാർത്ഥന നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റം വിധിച്ചു കഴിഞ്ഞപ്പോൾ ഇത് കേട്ടപ്പോൾ രാജാവ് അത്യധികം വ്യസനിച്ചു. ദാനിയേലിനെ രക്ഷിക്കാൻ മനസ്സിൽ പറഞ്ഞ് അവൻ രക്ഷിക്കുന്നതിന് വേണ്ടി സൂര്യൻ അസ്തമിക്കുന്നത് വരെ പരിശ്രമിച്ചു. എന്നാൽ അവർ പറഞ്ഞു, രാജാവേ, നീ അറിഞ്ഞാലും മീദിയക്കാരുടെയും പേർഷ്യക്കാരുടെയും നിയമം അനുസരിച്ച് രാജാവ് പുറപ്പെടുവിക്കുന്ന കൽപ്പനയും ശാസനയും മാറ്റിക്കൂടാ. പലപ്പോഴും ഉപദേശകന്മാർ കുറേണ്ണം ഉണ്ടാവും. ആ ഉപദേശകന്മാർക്ക് വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ടാവും. ആ വ്യക്തിപരമായ താല്പര്യങ്ങളും അജണ്ടയും വെച്ചുകൊണ്ട് മറ്റുള്ളവരോട് പെരുമാറും. പലപ്പോഴും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഇവനെ കൊണ്ടുവന്ന് സിംഹത്തിലെ കുഴിയിലേക്ക് എറിഞ്ഞു. ഈ സിംഹത്തിൻ്റെ കുഴിയിലേക്ക് എറിഞ്ഞു കഴിഞ്ഞപ്പോൾ രാജാവ് പറയുകയാണ്, നീ നിരന്തരം സേവിക്കുന്ന നിൻ്റെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ. അയാൾക്ക് പോലും, രാജാവിന് പോലും, ദാരിയൂസ് രാജാവിന് പോലും നീ നിരന്തരം സേവിക്കുന്ന ദൈവം നിന്നെ രക്ഷിക്കട്ടെ. എന്നിട്ട് രാജാവ് എന്താ ചെയ്തത്? രാജാവ് ചെയ്തത് കൊട്ടാരത്തിലേക്ക് പോയി രാത്രി മുഴുവൻ ഉപവാസത്തിൽ കഴിച്ചുകൂട്ടി, വിനോദങ്ങളെല്ലാം മാറ്റി പരിത്യജിച്ചു. നിദ്ര അവനെ സമീപിച്ചില്ല. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശക്തി ഉണ്ടാവണമെങ്കിൽ, ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശക്തി ഉണ്ടാവണമെങ്കിൽ അവിടെ ത്യാഗം ഉണ്ടാവണം, ഉപവാസം ഉണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. ഇരുകരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു ത്യാഗം ഉണ്ടാവാതെ, ഒരു ഉപവാസം ഉണ്ടാവാതെ, കർത്താവേ അവൻ്റെ കള്ളുകുടി മാറണേ എന്ന് പറഞ്ഞിട്ട് എല്ലാം വന്ന് നിൽക്കുക. ഞായറാഴ്ച കുർബാന, എല്ലാ ദിവസവും കുർബാനക്ക് സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അതിൻ്റെ ഇടയിൽ അവൻ്റെ കള്ളുകുടി മാറണേ, അവന് കൊച്ചുങ്ങളുണ്ടാവണേ, അവൻ്റെ വിവാഹം നടക്കണേ. എന്ത് ത്യാഗം എടുക്കുന്നുണ്ട്! ഒരു രാജാവ് സിംഹക്കുഴി കിടക്കുന്ന ദാനിയേലിന് വേണ്ടി തൻ്റെ വിനോദങ്ങളെ മാറ്റി താൻ ഉപവാസം അനുഷ്ഠിച്ചു. ഉറക്കമില്ലാത്ത രാത്രിയായി ജാഗരണം നടത്തി. അതുവഴി സംഭവിച്ച എന്താണ്? രാവിലെ എഴുന്നേറ്റ് രാജാവ് സിംഹക്കുഴിയിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു, ദാനിയേൽ നീട്ടിരുന്ന സിംഹക്കുഴി ചെന്ന് കഴിഞ്ഞ് ചോദിച്ചു, ദാനിയേലേ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ദാസ, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ സിംഹങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ശക്തനായിരുന്നോ? ഉടനെ അവിടെ നിന്ന് സ്വരം വരികയാണ്, രാജാവേ, രാജാവേ, തൻ്റെ മുൻപിൽ താൻ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ എൻ്റെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ അടച്ചു. അവ എന്നെ ഉപദ്രവിച്ചില്ല. രാജാവേ, നിന്റെ മുമ്പിലും ഞാൻ നിരപരാധനാണല്ലോ. ആ സിംഹത്തിൻ്റെ വായിലൊക്കെ എല്ലാം കുറേ റബ്ബർ ഗേറ്റ്, അതവിടെ കിടക്കുക. ഒരു പടമുണ്ട്, 3 സിംഹങ്ങൾ ഇങ്ങനെ കടന്നുറങ്ങണം, മറ്റേ ആളിങ്ങനെ ഇരിക്കണം കുഴിയിൽ. അങ്ങനെ വന്ന് ഈ മനുഷ്യൻ അവിടെ നിരപരാധനായി തെളിയിക്കപ്പെട്ടു. അപ്പോൾ രാജാവ് അത്യധികം സന്തോഷിച്ചു. ദാനിയേലിനെ കുഴിയിൽ നിന്നിറക്കി പുറത്തേക്ക് കൊണ്ടുവന്നു. തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് അവനൊരു പോറൽ പോലും ഏറ്റില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവനൊരു പോറലും ഏക്കേല. പോറലേറ്റാൽ കൂടെ ഷദ്രാഖ്, മെഷാഖ്, അബേദ്നെഗോ എന്ന് പറയുന്നവരെ ആ 60 അടി നീളമുള്ള ആ ചുറ്റുമുള്ള ഫർണസിലേക്ക്, തീക്കുണ്ടത്തിലേക്ക് ഇട്ടിട്ട് അവിടെ വസ്ത്രത്തിൻ്റെ വിളുമ്പലിൽ പോലും തീ കത്തിപ്പിടിച്ചില്ല. കാരണം എന്താണ്? തൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ഒരു പോറൽ പോലും ഏക്കൂല.
പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ഇരുകരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ഇനിയാണൊരു വലിയൊരു കാര്യം കിടക്കുന്നത്. ആ ഒരു ഏനക്കേട് നമുക്കുണ്ടാകും. ഉണ്ടാകുമോ? എന്ത് ഏനക്കേടാണെന്നറിയാമോ? നിങ്ങളുടെ കെട്ടിയാൻ, അല്ല നിങ്ങളുടെ കെട്ടിയാൾ, നിങ്ങളുടെ അപ്പൻ, നിങ്ങളുടെ അമ്മ ആർക്കെങ്കിലും എതിരായിട്ട് ഏതെങ്കിലും ഒരു അപവാദം പറയുകയോ കുറ്റം വിധിക്കുകയോ അവനെയോ അവളെയോ തുറങ്കിലടപ്പിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ, അപവാദമായിരുന്നു, കുറ്റം വിധിക്കലായിരുന്നു, നുണയായിരുന്നു എങ്കിൽ, ദുരാരോപണമായിരുന്നു, നിങ്ങൾ വെറുതെ അങ്ങോട്ടേക്ക് ദുരാരോപണം പറഞ്ഞു, അയാൾക്ക് ദുരാരോപണം ആയതിൻ്റെ പേരിൽ തന്നെ കുറച്ച് ശിക്ഷ, കുറച്ച് തടസ്സങ്ങളുണ്ടായി എങ്കിൽ, ഒന്ന് ഓർത്തോളുക, ദാനിയേലിനെ കുറ്റം വിധിച്ചവരെയും ഒന്ന് അവരെ മാത്രമല്ല അവരുടെ ഭാര്യമാരെയും അവരുടെ കുട്ടികളെയും രാജകൽപ്പന പ്രകാരം കൊണ്ടുവന്ന് സിംഹത്തിൻ്റെ കുഴിയിൽ ഇടുവാനും കുഴിയുടെ അടിയിലെത്തുന്നതിന് മുമ്പേ സിംഹങ്ങൾ അവരെ അടിച്ച് വീഴ്ത്തി അസ്ഥികൾ ഒടിച്ചു നുറുക്കി കഴിച്ചു. ഓർത്തോളണം, നീയൊക്കെ വെറുതെ ആർക്കെങ്കിലും എതിരായിട്ട് എന്തെങ്കിലുമൊക്കെ അപവാദം പറയുമ്പോൾ നീ മാത്രമല്ല, നിന്റെ കെട്ടിയാൾ, അപ്പൻ, അമ്മ, മക്കള് എല്ലാവരും അടിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഇരുകരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. എന്തുകൊണ്ടാണ് ഭർത്താവിന് മേൽഗതി ഉണ്ടാവാത്തത്? എന്തുകൊണ്ടാണ് ഭർത്താവിന് ജോലിയിൽ മേൽഗതി ഉണ്ടാവാത്തത്? ഒന്നാലോചിക്കണം. ഈ ഭാര്യ അപവാദം പറഞ്ഞ് കുറ്റം പറഞ്ഞ് ആരെയെങ്കിലും ഇല്ലാതാക്കിയിട്ടുണ്ടോ? സമൂഹത്തിൽ അവൾക്ക് വിലയില്ലാതാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും കുഴിയിലിട്ട പോലെ പീഡിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ കുടുംബ സമേതം ഒരാൾ തെറ്റ് ചെയ്താൽ മതി, ഒരാൾ അപവാദം പറഞ്ഞാൽ മതി, ഒരാൾ ദുരാരോപണം ചെയ്താൽ മതി, ആ ദുരാരോപണത്തിൻ്റെ ഫലം ആ കുടുംബത്തെ മുഴുവൻ ബാധിക്കും. മക്കളെ വരെ, തെറ്റ് ചെയ്യാത്ത മക്കളെ വരെ ബാധിക്കും. മാതാപിതാക്കൾ പുളിച്ച മുന്തിരിങ്ങ കഴിച്ചാൽ മക്കളുടെ പല്ല് പുളിക്കും. അപ്പോൾ ഭാര്യമാരായ നിങ്ങൾ ആർക്കെങ്കിലും എതിരായിട്ട് എന്തെങ്കിലുമൊക്കെ എല്ലാം അപവാദമോ ദുരാരോപണമോ കുറ്റാരോപണമോ നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങളുടെ ഭർത്താവിനും നിങ്ങളുടെ മക്കൾക്കും കിട്ടുമെന്നുള്ളത് വിശുദ്ധ ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഇരുകരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഒരാളെ ദുരാരോപണത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണെങ്കിൽ, രക്ഷിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ആ ഒരു പ്രവർത്തനം കൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടും. നീ ഉണർന്നാൽ നാടുണർന്നു, ഇല്ലേ? നീ ഉണർന്നാൽ വീടുണർന്നു. ആ പാട്ടൊന്ന് പാടിക്കേ. അതായത് ഒരാൾ തെറ്റും ചെയ്യുന്ന അപവാദം, ഒരാൾ മറ്റൊരാളെ ദുരാരോപണം ചെലുത്തുകയാണെങ്കിൽ അവൻ്റെ ഭാര്യ, അവൻ്റെ മക്കള്, അവൻ്റെ ഭർത്താവ്, അവൻ്റെ മക്കൾ എല്ലാവരും സിംഹത്തിൻ്റെ കുഴിയിൽ പോയി. എന്തിലാണാവോ ദുരാരോപണം നടത്തിയത് അതിലൂടെ തന്നെയായിരിക്കുന്ന അവരുടെ ശിക്ഷയും. നീ എന്തിലാണാവോ പാപം ചെയ്യുന്നത് അതിലൂടെ തന്നെയായിരിക്കും ദൈവം നിന്നെ ശിക്ഷിക്കുന്നതും. ഈ ഒരു ബോധ്യത്തോടുകൂടെ ഈ പാട്ടൊന്ന് കേൾക്കുക. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ, ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാലൻ ദേശമുണരും, ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാലൻ ദേശമുണരും, ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ഒരാൾ ഉണർന്നാൽ ആ ദേശം ഉണരുമെന്ന് പറയുന്നത് പോലെ ഒരു ചീഞ്ഞ എലി നിന്റെ വീട്ടിലുണ്ടെങ്കിൽ ഒരുത്തം മതി എല്ലാത്തിനും നാട്ടിക്കും. ഒരാൾ തെറ്റ് ചെയ്താൽ മതി അതിൻ്റെ ഭവിഷ്യത്തുകൾ എങ്ങോട്ടും വരും. അപ്പം അതുകൊണ്ട് ഇതെപ്പോഴും ഓർത്തിരിക്കുക. നീ ചെയ്തു പോയിട്ടുള്ള ദുരാരോപണത്തിലൂടെ ആരെങ്കിലും സഹനത്തിൻ്റെ കുഴിയിലേക്ക് പതിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നിൻ്റെ ഭർത്താക്കന്മാർക്ക്, നിൻ്റെ ഭാര്യമാർക്ക്, മക്കൾക്കുണ്ടാവും. അല്ലാതെ വെറുതെ പോവില്ലേ. ഈ ഒരു ബോധ്യത്തോടുകൂടെ നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിലൂടെ നമുക്ക് ലഭിച്ച ആ കൃപ, വിശ്വസ്തനായിരിക്കുക, ദൈവിക ചൈതന്യമുള്ളവനായിരിക്കുക, ദൈവത്തിനോട് കൂറുണ്ടായിരിക്കുക. നമ്മളിലൂടെ ദൈവം മഹത്വപ്പെടണം, അല്ലാതെ പിശാചല്ല. കാര്യം കാണാൻ വേണ്ടി മാത്രമല്ല കർത്താവിനെ സമീപിക്കേണ്ടത്, പ്രാർത്ഥനയെ സമീപിക്കേണ്ടത്. ഞാൻ പാസ്സായില്ല അതുകൊണ്ട് ഞാൻ പള്ളി പോവുകയില്ല, ഇനി
എൻ്റെ കാര്യം നടത്താൻ എനിക്ക് വിസ കിട്ടിയില്ല, എല്ലാവർക്കും കിട്ടിയും ബാക്കിയുള്ള എല്ലാവർക്കും കിട്ടി, എനിക്ക് മാത്രം കിട്ടിയില്ല എന്ന് പിന്നെ അതുകൊണ്ട് ഞാൻ പള്ളി പോകില്ല എന്നൊക്കെ പറയുമ്പോൾ ഓർത്തേക്കുക, നിന്നിലൂടെ പിശാചിനാണ് നീ മഹത്വം കൊടുക്കുന്നത്. നീ ദൈവത്തെ തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത് പിശാചിൻ്റെ മുമ്പിൽ. എണീറ്റ് നിന്നുകൊണ്ട് വെഞ്ചരിപ്പ് ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഇത് നമുക്കറിയാവുന്നതുപോലെ തന്നെ വിശുദ്ധ ആരാണിത്? സ്വരത്തിപ്പറ. വിശുദ്ധ ബെനഡിക്റ്റ് അന്ധകാര നാരകീയ പൈശാചക്തിയുടെ സൈനികങ്ങളുടെ സ്വാധീനങ്ങളെ എടുത്തു മാറ്റുവാൻ തക്ക തരത്തിലുള്ള വിശുദ്ധൻ്റെ സാന്നിധ്യമാണിത്. വിശുദ്ധ ബെനഡിക്റ്റാണ്. എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റും. അടുത്ത ആഴ്ച മുതൽ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ ചെറിയൊരു പ്രാർത്ഥനയും നൊവേനയും ഉണ്ടാവും. അതുവഴി നമ്മുടെ ജീവിതത്തിൽ കുടികൊള്ളുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആഭിചാരക്രിയകൾ, കൂടോത്രങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള അക്രൈസ്തവരോ മറ്റുള്ളവരുടേതായ സ്വാധീനങ്ങൾ നശിപ്പിക്കാനായിട്ട് ഇവിടുന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇതര പാപങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ബന്ധിച്ച് ബഹിഷ്കരിച്ച് ആട്ടിപ്പായിക്കുവാനായിട്ട് വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ സാന്നിധ്യത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും മധ്യസ്ഥം യാചിക്കുകയും ചെയ്യാം. നമുക്ക് വെഞ്ചരിപ്പ് ശുശ്രൂഷയ്ക്ക് മുന്നേ എല്ലാവരും ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് കർത്താവിനെ സ്തുതിക്കുക. രാജാവ് നീണാൾ വാഴട്ടെ എന്ന് പറയുന്നത് പോലെ കർത്താവ് നീണാൾ വാഴട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാകും നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാനും നമ്മളുടെ നന്ദികൾ പറയാനും. കൈകളടിച്ച് എല്ലാവരും കൈകളടിച്ച് ശക്തിയോടെ. ദാനിയേലേപ്പോൾ സഹനത്തിയിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ദാനിയേലേപ്പോൾ സഹനത്തിയിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ദാവീദിനെപ്പോൾ എന്നെ ഞാൻ മറന്നിട്ട് ആരാധിക്കും എൻ്റെ ദൈവത്തെ. സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. സന്തോഷം വന്നാലും സന്താപം വന്നാലും. പോരെ വെറുതെ ഇരുന്നുണ്ട് ഇങ്ങനെ ചുക്കിലി അടിക്കുന്ന പോലെ അടിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണ് കൈയടിക്കുന്നത്? കൈയടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഉപകാരമുണ്ടോടാ കൊച്ചേ? എന്നോടാ ചോദിച്ചേ, ഉപകാരമുണ്ടോ കൈയടിക്കുന്നതുകൊണ്ട്? ഇല്ല, അവനറിയാൻ പാടില്ല കൈയടിക്കുന്നതുകൊണ്ട്. നിങ്ങളുടെ മകള് സ്റ്റേജിലിരുന്ന് ഡാൻസ് കളിക്കുക, അപ്പോഴേക്കും നിങ്ങൾ അവിടെ ഇരുന്ന് എല്ലാവരും കൂടി നിങ്ങളുടെ കൈയടിക്കുകയാണെന്ന് വിചാരിച്ചാൽ ആ കൈയടിയിലൂടെ അവളിലേക്ക് ഒരു എനർജി പാസ് ചെയ്യുന്നുണ്ട്, ഒരു ശക്തി. അവൾ തൻ്റെ ഇടത്തോട് ഡാൻസ് കളിക്കാൻ തുടങ്ങും. ആ കയ്യടി കൊണ്ടുണ്ടായ നേട്ടമാണ്. കയ്യടിയിലൂടെ എനർജി പാസ് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഈ കയ്യടിയിലൂടെ ഇവിടെയുള്ള എല്ലാ ഓർഗൻസും, ഏതാണ്ട് ഇൻറ്റേർണൽ ഓർഗൻസ് 14 ഉണ്ടെങ്കിൽ ആ 14 വൈബ്രേഷൻ ആവുകയാണ്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ധ്യാന കേന്ദ്രങ്ങളിലൊക്കെയാണ് ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും ഉള്ളത്. ഇടവകകളിൽ പലപ്പോഴും കുറച്ച. എന്താ കാര്യം? അവിടെ സ്തുതിപ്പുണ്ട്, അവിടെ വചനപ്രഘോഷണമുണ്ട്. അവിടെ കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് കഴിയുമ്പോൾ ഒന്ന് ഫിസിക്കലായിട്ട് ഇവിടെ ഒരു യോഗ പോലെയോ അല്ലെങ്കിൽ മൂവ്മെൻ്റ് പോലെ ഇവിടെ കൈയടിക്കുമ്പോൾ ഓരോ ഓർഗൻസും അവിടെ മൂവ്മെൻറ്റിലേക്ക് വരിക, ശക്തി പ്രാപിക്കുക. നിങ്ങളുടെ കിഡ്നി, നിങ്ങളുടെ ഹാർട്ട്, നിങ്ങളുടെ ലങ്സ്, എല്ലാ സംഗതികളുടെയും എന്ത് കൈകളിലുണ്ട്. അങ്ങനെയാണ് ഈ കൈയടിക്കുമ്പോൾ ശാരീരികമായ സംഗതികൾ. അതോടൊപ്പം തന്നെ നമ്മുടെ എനർജി മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കൈയടിക്കാനായിട്ട് പറയുന്നത്. കൈയടിക്കുന്നത് നമ്മുടെ ഹൃദയം തുറന്ന്, അധരം തുറന്ന്, മനസ്സ് തുറന്ന്. അല്ലാതെ ഞാനിവിടെ നിൽക്കുന്നുണ്ട്, ഞാനിങ്ങനെ കൈയടിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെന്ത് വിചാരിക്കും, ഷോ അപ്പുറത്തേക്കൊന്ന് ആൺചെറുക്കൻ എന്ത് വിചാരിക്കും, അതൊന്നും നിങ്ങൾ നോക്കണ്ട. കർത്താവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ദൈവമാണോ വലുത്, തൊട്ടടുത്തുള്ള ഏതെങ്കിലും ചേട്ടത്തിയാണോ ചേട്ടനാണോ വലുത്? ദൈവമാണ് വലുതെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ആടാനും പാടാനും ചാടാനും തുള്ളാനും ഉള്ള ലജ്ജയെടുത്ത് മാറ്റണം. വലത് ഉയർത്തി ഹല്ലേലൂയ, സ്വരത്തിൽ ഹല്ലേലൂയ, ഇരുകരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കാലിനെടുത്ത് വെച്ച് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊന്ന് അനങ്ങാപ്പാറ പോലെ നിൽക്കുന്നവരുണ്ടാവാതിരിക്കാൻ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയാണ് ദൈവം ശ്രവിക്കുന്നത്. അല്ലാതെ ഞാൻ ഇത്ര നേരം ഉപവസിക്കുന്നുണ്ട്, ഇത്ര നേരം പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ചുങ്കക്കാരനെ പോലെയല്ലല്ലോ അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന എളിമപ്പെട്ട ഒരാൾ പാപിയാണ് കർത്താവേ. ആ എളിയമ ഉണ്ടോ ഇല്ലയോ നോക്കുന്നതിലൂടെയാണ് കൈയടിക്കുന്നുണ്ടോ. കൈയടിക്കാൻ പറയുമ്പോൾ വലിയ മക്കത്തെ കാര്യങ്ങളൊന്നുമല്ല, അത് ചെയ്യാനുള്ള എളിമയുണ്ടോ? ഏലിയ പ്രവാചകനെ കാണാനായിട്ട് നാമാൻ എന്നുള്ള കുഷ്ഠരോഗി പോയപ്പോൾ
നാമാനോട് പറഞ്ഞു അവിടെയുള്ള കുളത്തിൽ പോയിട്ട് തല ഒന്ന് കഴുകാൻ. ആൾ പറഞ്ഞു ഇതിനേക്കാൾ നല്ല കുളം എൻ്റെ നാട്ടിലുണ്ട്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പോയി. അവിടെ ചെന്നപ്പോൾ ചേട്ടത്തി പറഞ്ഞു, പരിചാരി പറഞ്ഞു, അയാൾ വലിയ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ, അവിടെയുള്ള കുളത്തിലൊന്ന് കുളിക്കാനല്ലേ പറഞ്ഞുള്ളൂ, ചെയ്യാമായിരുന്നില്ലേ? എളിമ കൊണ്ട് ഇയാൾ വിചാരിച്ചത് എന്താണ്? നാമാൻ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഏലിയ പ്രവാചകൻ അങ്ങോട്ടേക്ക് നേരിട്ട് വന്ന് അയ്യോ നാമാനെ വരിക എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുമെന്നാണ്. അയാൾ കാണിക്കാൻ പോലും നിന്നില്ല. എളിമപ്പെടണം. ഈ നാമാൻ്റെ എളിമയാണ് കുഷ്ഠരോഗം മാറിയതിൻ്റെ കാരണം. അല്ലാതെ എളിമയില്ലാതെ ഒരവസ്ഥയും മാറാൻ പോകുന്നില്ല. നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കുന്നുവോ അതിലേക്ക് ദൈവം കടന്നു വരണമെങ്കിൽ എളിമയുണ്ടാവണം. കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിക്കാൻ പറയുമ്പോൾ കരങ്ങളടിച്ച് കർത്താവിനെയാണ് സ്തുതിക്കുന്നത്, നാട്ടുകാരെ അല്ല. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടും അല്ല. നാട്ടുകാർ കാണണമെന്ന് എനിക്കൊരു പുച്ഛമാണ്, എനിക്കൊരു വിലയില്ല. അവരെന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ. ഐ ആം ലിസ് ബോതേർഡ് അബൌട്ട് വാട്ട് ദ പീപ്പിൾ തിങ്ക് അബൌട്ട് മീ, ബിക്കോസ് ഐ ആം ദ ക്രിയേഷൻ ഓഫ് ഗാഡ്, ദ ക്രിയേറ്റർ. ഐ ആം ലിസ് ബോതേർഡ് അബൌട്ട് യു പീപ്പിൾ വാട്ട് യു ആർ തിങ്കിങ് അബൌട്ട് മീ. നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എനിക്ക് പുല്ല, ദൈവം എന്ത് വിചാരിക്കുന്നു എന്നുള്ളത്. ആ ഒരു ബോധ്യമാണ് നമ്മൾ ശക്തിപ്പെടുത്തേണ്ടത്. മനുഷ്യർക്ക് ഇംപ്രഷൻ കൊടുക്കാനായിട്ടല്ല, മനുഷ്യർക്ക് നല്ല ഇംപ്രഷൻ കൊടുക്കാനായിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. ദൈവം എന്നിൽ സംപ്രീതനാണോ? കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തിപ്പുറത്തുള്ളവർ നോക്കി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അങ്ങോട്ട് ഇങ്ങോട്ട് ചരിഞ്ഞ് പോലെ നന്നായിട്ട് കാലെടുത്ത് വെച്ച്, നന്നായിട്ട് കരങ്ങളെടുത്ത് വെച്ച് എല്ലാവരും അനങ്ങിയ ഇതുപോലെ ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കാലൊക്കെ എടുത്ത് വെച്ച് ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ശക്തിയോടെ സന്തോഷത്തോടുകൂടെ ഹൃദയം തുറന്ന് സന്തോഷത്തോടുകൂടെ നിന്റെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ. നിന്റെ പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ച്, നിന്റെ ദുഃഖങ്ങളെല്ലാം മാറ്റിവെച്ച് കർത്താവിനെ സ്തുതിക്കുകയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദുഃഖത്തിൻ്റെ നടുവിലും എൻ്റെ അസംതൃപ്തിയുടെ നടുവിലും എൻ്റെ കഷ്ടപ്പാടുകളുടെ നടുവിലും ഞാൻ അങ്ങേ കൈകൊട്ടി സ്തുതിക്കുന്നു, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവിനെ കാണുന്ന എന്നെ കേൾക്കുന്ന എല്ലാവരും, ലോകത്തിലുള്ള എല്ലാവരും ഈ നിമിഷം നിന്റെ ദുഃഖത്തിന്റെ മീതെ ചവിട്ടി നിന്ന് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. അപ്പൊ പിശാചിന്റെ മഹത്വം ഇല്ലാതാവും. പിശാചിന്റെ മുമ്പിൽ ദൈവം ജയിക്കും. കഷ്ടങ്ങൾ വന്നാലും ആരാധിക്കും സന്തോഷത്തോടുകൂടെ നടുവിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. കഷ്ടങ്ങൾ നീങ്ങുവാൻ, രോഗങ്ങൾ മാറുവാൻ ആരാധിക്കും ദൈവത്തെ. കഷ്ടങ്ങൾ നീങ്ങുവാൻ, രോഗങ്ങൾ മാറുവാൻ ആരാധിക്കും എൻ്റെ ദൈവത്തെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും പാതകൾ ഒഴിയും ആരാധനയിങ്കൽ. രോഗം മാറും, ക്ഷീണം മാറും ആരാധനയിങ്കൽ. മൺകുടമുടയും ആരാധനയിങ്കൽ. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ സകല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്ന് ഞങ്ങൾ മുഖം കണ്ടു ആരാധിച്ചിടും. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധന 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 ആരാധന
അടിച്ച് ഉച്ചത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയേ, 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 അങ്ങയോട് വിശ്വസ്തനായിരിക്കുവാൻ കൃപ തരണമേ. അങ്ങയോട് വിശ്വസ്തനായിരിക്കുവാൻ കൃപ തരണമേ. അങ്ങയുടെ ദൈവീകമായ ചൈതന്യത്തിൽ വളരുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഉച്ചത്തിൽ സ്തുതിച്ച് ഇരുകരങ്ങൾ ഉയർത്തി നമ്മളിൽ കുടികൊള്ളുന്ന എല്ലാ അന്ധകാര ശക്തികൾ, നാരകീയ പ്രബുദ്ധങ്ങൾ, ദുഷ്ടാന്ത സേനകൾ, ദുരാന്ത സേനകൾ, രോഗപീഠകൾ, രോഗബാധകൾ, രോഗബീജങ്ങൾ ഇവയെല്ലാം ഈ നിമിഷം എടുത്തു മാറ്റപ്പെടട്ടെ. നമ്മളിൽ കുടികൊള്ളുന്ന എല്ലാവരുടെ കൂടോത്രത്തിന്റെയും ആ വിചാരക്രിയകളുടെയും സ്വാധീനങ്ങൾ, പാപശാബന്ധങ്ങളുടെ ദുരന്ത ഫലങ്ങളായി ഉണ്ടെങ്കിൽ അവയെല്ലാം ഇപ്പോൾ ഇതാ വിശുദ്ധ ബെനഡിക്റ്റിന്റെ മാധ്യസ്ഥത്താൽ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ കർത്താവിന്റെ സാന്നിധ്യത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് ആട്ടിപ്പായിക്കുന്നു. വിട്ടുപോകട്ടെ, വിട്ടുപോകട്ടെ, വിട്ടുപോകട്ടെ. അത്ഭുതമായ വിടുതൽ കൈകളടിച്ച് തലമുറകൾക്കെന്നും അവകാശം യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം യേശുവിന്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ. സാത്താനേ, നീ നരകത്തിൽ പോകൂ, ഞാനും എന്റെ കുടുംബവുമെല്ലാം. കരങ്ങളടിച്ച് ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുനാമത്തിൽ, യേശുരക്തത്താൽ പാപച്ചങ്ങല പൊട്ടട്ടെ. യേശുനാമത്തിൽ രോഗച്ചങ്ങല പൊട്ടട്ടെ. യേശുനാമത്തിൽ അടിമച്ചങ്ങല പൊട്ടട്ടെ. യേശുനാമത്തിൽ ബന്ധനമഴിയട്ടെ, കരങ്ങളടിച്ച് കെട്ടുകൾ പൊട്ടട്ടെ. ഈശോയേ, പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. വലതുയർത്തി ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah.